കീമിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടതിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കേരള സിലബസ് വിദ്യാർത്ഥികൾ. നിയമം മറ്റുള്ളവർക്ക് ദോഷമാണെന്ന് കാണുമ്പോൾ ആ നിയമം മാറ്റണം. നിലവിലെ കീമിലെ ഘടന കേരള സിലബസ് വിദ്യാർത്ഥികൾക്കെതിരാണ്. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പിന്നോട്ട് പോയതിൽ മനോവിഷമം ഉണ്ടായെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. അതെ, സിറ്റുവേഷൻ നോക്കേണ്ട കാര്യമില്ല. ഒരു ദോഷം ഇപ്പോൾ 2 ടീമുണ്ടെങ്കിൽ ആ ടീമിൽ ഒരു ടീമിനെ ബാധിക്കുകയാണെങ്കിൽ ആ നിയമം കൊണ്ട് മറ്റൊരു ടീമിനെ ദോഷമായി ബാധിക്കുകയാണെങ്കിൽ ആ നിയമം മാറ്റണം. അല്ലാതെ നമ്മൾ നിയമം ഉണ്ടാക്കി ഫെബ്രുവരിയിൽ പ്രോസ്പെക്ടസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിനൊരിക്കലും ബാധിക്കരുത്. ഇതിപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് സ്റ്റോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, പുതുക്കിയ പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം നേരത്തെ ഈ കേരള സിലബസ് വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. CBSE വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടാണ് കൂടുതൽ ആ വിദ്യാർത്ഥികളാണ് ഉൾപ്പെട്ടിരുന്നത്. നേരത്തെ 1ാം റാങ്ക് ലഭിച്ചിരുന്ന വിദ്യാർത്ഥി ഉൾപ്പെടെ 7ലേക്കും 8ലേക്കും പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയാൻ സംശയമില്ല. ഇതിലിപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ നടപ്പാക്കുന്നത് വിദഗ്ധ സമിതി ഉൾപ്പെടെ വളരെ തിടുക്കത്തിൽ നടപ്പാക്കരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടും അവിടെ വളരെ വേഗത്തിൽ തിടുക്കത്തിൽ നടപ്പാക്കിയതിൻ്റെ തിക്തഫലമാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് എന്നൊരു വാദം അവിടെ നിലനിൽക്കുമ്പോൾ ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളും, അതായത് സിംഗിൾ ബെഞ്ച് ഉത്തരവും ഡിവിഷൻ ബെഞ്ചും അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സർക്കാരിൻ്റെ വാദത്തെ. അടുത്ത തവണ പരിഹരിക്കാമെന്നുള്ള ഓപ്ഷൻ സർക്കാരിന് മുന്നിൽ നിൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ പോകുന്നത് എത്രത്തോളം ഗുണപരമായിരിക്കും? എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്? ബിനിൽ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവർ പറയുന്നത് തങ്ങൾ ഇപ്പോൾ കോടതിയിൽ സമീപിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലെങ്കിലും സർക്കാർ വേണ്ട വിധത്തിലുള്ള നടപടി സ്വീകരിക്കൂ എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ അടിയന്തരമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് അവർക്ക് ആശ്വാസകരമാണ് എന്നുള്ള ഒരു ചിന്ത കൂടി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കടുത്ത അമർഷത്തിലാണ്. പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥികളും അതിനോടൊപ്പം തന്നെ അധ്യാപകരും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നിരിക്കുന്നത്. അത് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മാത്രമല്ല, കേരള സിലബസിൽ തിരിച്ചടി നേരിട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വിദ്യാർത്ഥികൾ കടന്നിരിക്കുന്നത്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളോടും അതിനോടൊപ്പം തന്നെ അധ്യാപകരോടുമൊക്കെ ബന്ധപ്പെടുകയുണ്ടായി. ഇവരുടെ എല്ലാവരുടെയും തീരുമാനം ഇത് തന്നെയാണ്. സുപ്രീം കോടതിയെ സമീപിക്കും. അടിയന്തര ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആശ്വാസകരമാണ്. അല്ലാത്ത പക്ഷം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അടുത്ത എൻട്രൻസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കെങ്കിലും അനുകൂലമായ നിലപാട് ഉണ്ടാവട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് അവർ ഉള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതി ഇപ്പോൾ വേനലവധിയിലാണ്. വേനലവധി അവസാനിച്ചതിന് ശേഷം സുപ്രീം കോടതി അടുത്ത ദിവസങ്ങളിൽ തന്നെ, കഴിയുന്നതും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. വിദ്യാർത്ഥികൾ നൽകുന്ന വിവരമനുസരിച്ച് 1000-ൻ്റെയും 2000-ൻ്റെ റാങ്ക് ഇടിവാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നത്. 1000 റാങ്ക് കിട്ടിയ, കഴിഞ്ഞ പട്ടികയിൽ റദ്ദാക്കിയ പട്ടികയിൽ 1000 റാങ്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 2000-ലേക്കും 3000-ലേക്കൊക്കെ തള്ളിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ മനോവിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന മറ്റൊരു സുപ്രധാന കാര്യം, തങ്ങൾ ഈ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ സർക്കാർ ഇതിന് പിന്തുണ നൽകണമെന്നാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ചോദ്യചിഹ്നം. കാരണം അല്പസമയം മുമ്പ് മന്ത്രി ആർ ബിന്ദു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.